a weak acid HA has a degree of dissociation X, which option gives the correct expression of pH minus pKa? ഈ ചോദ്യം എടുത്തിരിക്കുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. നോക്കൂ, എന്താണ് മക്കളെ സംഭവിക്കുന്നത്? HA എന്ന് പറയുന്ന വീക്ക് ആസിഡ് H പ്ലസ് ആയിട്ടും A മൈനസ് ആയിട്ടും മാറുന്നു. ഇഫ് A is the initial concentration, 0 വരും. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ X ആണല്ലോ. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് A മൈനസ് AX ആണ്. ഇവിടെ AX ആണ്, ഇവിടെ AX ആണ്. A മൈനസ് AXനെ എനിക്ക് A into 1 മൈനസ് X എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കൂ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് AX ആണ്. KA എന്ന് പറയുന്നത് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു A മൈനസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ A²X² ബൈ A into 1 മൈനസ് X ആണ്. എയും A² ക്യാൻസൽ ആകുമ്പോൾ AX² ബൈ 1 മൈനസ് X വരും. എന്ന് പറഞ്ഞാൽ AX ഇൻറ്റു X ബൈ 1 മൈനസ് X എന്ന് എനിക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം അല്ലെ? അതെ, അതായത് KA is equal to AX into X by 1 minus X. Taking negative logarithm on both sides. രണ്ട് ഭാഗത്തും നെഗറ്റീവ് ലോഗരിതം എടുത്താൽ നെഗറ്റീവ് ലോഗ് KA is equal to നെഗറ്റീവ് ലോഗ് AX അല്ലെ, മൈനസ് ലോഗ് X by 1 minus X. അതായത് മൈനസ് ലോഗ് KA is equal to മൈനസ് ലോഗ് AX എന്ന് പറയുന്നത് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണല്ലോ, മൈനസ് ലോഗ് X by A അല്ല, X by 1 minus X. നെഗറ്റീവ് ലോഗ് KA എന്ന് പറയുന്നത് PKA ആണ്. PKA is equal to നെഗറ്റീവ് ലോഗ് H പ്ലസ് എന്ന് പറയുന്നത് PH ആണ്. PH മൈനസ് ലോഗ് X by 1 minus X. നമ്മളോട് ചോദിച്ചത് PH മൈനസ് PKA അല്ലേ? Therefore PH minus PKA is equal to log X by 1 minus X. And therefore the right answer is option 4. Option 4 is the right answer.